ഗുജറാത്തിൽ 10ാം ക്ലാസ്സുകാരനെ കുത്തിക്കൊന്ന 8ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ഇൻസ്റ്റഗ്രാം ചാറ്റ് വിവരങ്ങൾ പുറത്ത്. ഇൻസ്റ്റഗ്രാമിൽ സുഹൃത്ത് ചോദിക്കുന്ന ചോദ്യങ്ങളോടെല്ലാം വളരെ നിസ്സാരമായിട്ടാണ് കുട്ടി പ്രതികരിക്കുന്നത്. നീ കുത്തിയ കുട്ടി മരിച്ചുവെന്നറിയുമ്പോഴും സംഭവിച്ചത് സംഭവിച്ചു, ഇനി അതൊന്നും പറയണ്ട എന്നാണ് 8ാം ക്ലാസ്സുകാരന്റെ മറുപടി. വ്യാഴാഴ്ചയും അഹമ്മദാബാദിലെ 7th ഡേ അഡ്വന്റിസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ചുകൾ അക്രമാസക്തമായി. അഹമ്മദാബാദിലെ 7th ഡേ അഡ്വന്റിസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചൊവ്വാഴ്ച വൈകിട്ട് നടന്ന സംഘർഷമാണ് ഒരു 10ാം ക്ലാസ്സുകാരന്റെ ജീവൻ നഷ്ടപ്പെടുന്നതിന് കാരണമായത്. സ്കൂളിൽ നടക്കാറുള്ള സാധാരണ വഴക്കുകളിലൊന്നാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. നേരത്തെ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ തർക്കത്തിന്റെ പ്രതികാരമാണ് ചൊവ്വാഴ്ചത്തെ ദാരുണമായ സംഭവങ്ങൾക്ക് കാരണമായത്. 10ാം ക്ലാസ്സുകാരൻ നയൻ സാന്താനിയാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിന് പിന്നാലെ ഓടിപ്പോയ 8ാം ക്ലാസ്സുകാരൻ സുഹൃത്തിനോട് നടത്തിയ ചാറ്റ് വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരം അറസ്റ്റ് രേഖപ്പെടുത്തിയ കുട്ടിയുടെ ചാറ്റ് വിവരങ്ങൾ അന്വേഷണ സംഘം തന്നെയാണ് റിക്കവർ ചെയ്തെടുത്തത്. ഹിന്ദിയിലാണ് സുഹൃത്തും 8ാം ക്ലാസ്സുകാരനും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ഉള്ളടക്കം ഇങ്ങനെയാണ്: നീ ഇന്ന് സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോ എന്ന് സുഹൃത്തിന്റെ ചോദ്യം. അതെ, പ്രശ്നമുണ്ടായി എന്ന് 8ാം ക്ലാസ്സുകാരന്റെ മറുപടി. നീ ആരെയെങ്കിലും കത്തികൊണ്ട് കുത്തിയോ എന്ന് അടുത്ത ചോദ്യം. 8ാം ക്ലാസ്സുകാരൻ തിരികെ ചോദിക്കുന്നത് നിന്നോട് ഇതൊക്കെ ആര് പറഞ്ഞു എന്നാണ്. നീ ഒന്ന് ഫോണിൽ വിളിക്കൂ, സംസാരിക്കാമെന്ന് സുഹൃത്ത് പറയുമ്പോൾ അതിന്റെ ആവശ്യമില്ലെന്ന് 8ാം ക്ലാസ്സുകാരൻ മറുപടി പറയുന്നു. പിന്നീടാണ് ഞെട്ടലുണ്ടാക്കുന്ന ചില പ്രതികരണങ്ങൾ സംഭാഷണത്തിൽ വരുന്നത്. ഇങ്ങനെ ഒരു അതിക്രമം ചെയ്യാൻ എന്താണ് കാരണമെന്ന് സുഹൃത്ത് ചോദിക്കുന്നു. അവൻ എന്നോട് നീ ആരാ, നീ എന്നെ എന്തു ചെയ്യുമെന്ന് ചോദിച്ചിരുന്നു, അതുകൊണ്ടാണ് കത്തികൊണ്ട് കുത്തിയതെന്ന് മറുപടി. ഞെട്ടിയ സുഹൃത്ത് ചോദിച്ചത്, അങ്ങനെ ചോദിച്ചതായിരുന്നു പ്രശ്നമെങ്കിൽ നിനക്കവനെ അടിച്ചാൽ പോരായിരുന്നു, കത്തികൊണ്ട് കുത്തേണ്ട കാര്യമുണ്ടായിരുന്നു എന്നാണ്. അവന് ജീവൻ നഷ്ടമായിരിക്കുന്നു. അതൊക്കെ കഴിഞ്ഞു, ഇനി അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല എന്നാണ് ഇതിന് 8ാം ക്ലാസ്സുകാരൻ നൽകിയ മറുപടി. ചൊവ്വാഴ്ച സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോയ നയൻ സാന്താനി എന്ന 10ാം ക്ലാസ്സുകാരനെ ഒരു കൂട്ടം വിദ്യാർത്ഥികളെത്തി തടഞ്ഞു നിർത്തിയതിന് പിന്നാലെയാണ് സംഘർഷമുണ്ടാകുന്നത്. സ്കൂളിൽ നിന്ന് ബാഗുമായി പോവുകയായിരുന്ന കുട്ടിയെ ഒരു സംഘം തടഞ്ഞു നിർത്തി സംസാരിക്കുന്നതിനിടെ 8ാം ക്ലാസ്സുകാരൻ കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് കുത്തുകയായിരുന്നു. മുറിവ് അമർത്തിപ്പിടിച്ച് നയൻ സ്കൂളിലേക്ക് നടക്കുന്ന ദൃശ്യങ്ങൾ ബുധനാഴ്ച തന്നെ പോലീസിന് ലഭിച്ചു. വിദ്യാർത്ഥിയെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ബുധനാഴ്ച ജീവൻ നഷ്ടമായി. സ്കൂളിനെതിരെ 3 ദിവസമായി വലിയ പ്രതിഷേധം തുടരുകയാണ്. കത്തിക്കുത്ത് നടന്ന വിവരം മറച്ചുവെച്ചെന്നും വിഷയം പുറത്തറിയാതിരിക്കാൻ ചില വ്യക്തി താത്പര്യങ്ങൾ പ്രകടിപ്പിച്ചു എന്നുമുള്ള ഗുരുതര ആരോപണങ്ങളാണ് 7th ഡേ അഡ്വന്റിസ്റ്റ് സ്കൂളിനെതിരെ ഉയർന്നത്. നയൻ സാന്താനി കുത്തേറ്റ് വീണിട്ടും ഉടൻ ആശുപത്രിയിൽ എത്തിച്ചില്ല എന്നും രക്തക്കറ കഴുകിക്കളയാൻ ടാങ്കറിൽ വെള്ളം വിളിച്ചു വരുത്തുകയാണ് ചെയ്തതെന്നും പ്രതിഷേധിച്ചവർ കുറ്റപ്പെടുത്തി. പ്രതിഷേധവുമായി എത്തിയവർ സ്കൂളിന്റെ പല വസ്തുക്കളും അടിച്ചു നശിപ്പിച്ചു. സ്കൂൾ അടച്ചുപൂട്ടണമെന്നും ഇതിനോടകം ആവശ്യമുയർന്നിട്ടുണ്ട്. കുട്ടികൾക്കിടയിൽ വ്യാപകമായി ക്രിമിനൽ വാസന വർദ്ധിക്കുന്നുവെന്ന് ഗുജറാത്ത് വിദ്യാഭ്യാസ മന്ത്രി അഭിപ്രായപ്പെട്ടിരുന്നു. ഇതിനെ സാധൂകരിക്കുന്ന നിലയിലാണ് നീ ആരാ, നീ എന്നെ എന്തു ചെയ്യുമെന്ന ചോദ്യത്തിന് കത്തികൊണ്ട് കുത്തിക്കൊല്ലാൻ തയ്യാറായ 8ാം ക്ലാസ്സുകാരന്റെ മാനസികാവസ്ഥ. സോഷ്യൽ മീഡിയയും ചില ഗെയിമുകളും കുട്ടികളെ ക്രിമിനൽ സ്വഭാവത്തിലേക്ക് നയിക്കുന്നുവെന്നും പ്രഫുൽ ഭായ് പൻസേരിയ പറഞ്ഞിരുന്നു. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.